ഒരു തോളിക്കൈയിടിയില് കണ്ടില്ല പോലും കണ്ടില്ല. കാണാത്തൊന്നുമല്ല. ഓരോരുത്തരുടെ ജാതിയിലുള്ള സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ. മോഹൻ മനഃപൂർവ്വം അവിടെ പോയി ഇരുന്നതല്ലേ? എന്താ ഒന്നും പറയാനില്ലേ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ? ഇതുവരെ എന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത കണ്ടാ ഞാൻ തുറന്നു പറയും. ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. എനിക്ക് ഞൊട്ടിയാണ് നീ വിചാരിച്ച. കുറെ കാലമായി ഞാനത് സഹിക്കുന്നു. കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതല്ലേ നിനക്ക് ക്രിമേടി? ഏതെങ്കിലും ഒരു പെണ്ണ് എന്നെ നോക്കി ചിരിച്ച മിണ്ടിയ എന്നോട് മിണ്ടരുത്, ചിരിക്കരുത്, എന്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ല എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതെന്താ പട്ടാള ഭരണോ? യമുന, നീ ഭയങ്കര പൊസീവാ. ഞാൻ എന്ന് ഇവിടുന്ന് ഓഫീസിൽ പോകുമ്പോഴും വരുമ്പോഴും എത്ര കണ്ണുകൾ എന്നെ നോക്കി നിൽക്കാന്നറിയോ? ഞാനൊന്ന് കണ്ണടക്കേണ്ട താമസമുള്ളൂ. അയ്യോ, കണ്ണടച്ചോ? ആരാ വേണ്ടെന്ന് പറഞ്ഞേ? ഓരോ ദിവസം ഓരോരുത്തരുടെ വീട്ടിലായിക്കോട്ടെ അന്തി ഉറക്കം. നിങ്ങൾക്കൊക്കെ ഒരു വീടെന്തിനാ? കുടുംബം എന്തിനാ? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ? ചോറും കറിയും വെച്ച് വിളമ്പിത്തരാൻ. ചോറും കറിയും വെക്കാനോ? അല്ലാതെ വേറെ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്നെ കൊണ്ട് എന്തിനാ പറയിക്കുന്നേ മോളെ? താങ്ക് യു. You scoundrel! Thank you very much. I hate you. യമുനെ, എന്തത്? ഞാൻ നിന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ? വാ, ഒന്ന് കിടക്കാൻ വാ. വരുമ്പോഴും കാത്തിരിക്കുന്ന കുറെ കണ്ണുകളുണ്ടല്ലോ, അവരെവിടെയെങ്കിലും പോയി കിടന്നാ മതി. നീ ഇത്രയ്ക്ക് സില്ലിയാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ വെറുതെ നിന്നെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. വാ, എണീക്ക്. വേണ്ട. എന്നാ ഇവിടെ കിടന്നു പണ്ടാറടങ്ങാൻ. ഞാൻ എവിടെയെങ്കിലും പോയി കിടന്നോളാം. നാണല്ലേ മനുഷ്യൻ നിങ്ങക്ക്? പ്രായ വ്യത്യാസമെങ്കിലും നോക്കണ്ടേ? തള്ളയുടെ പ്രായമുള്ള പെണ്ണുമ്പിള്ളയോടാ കൈകാട്ടി ഇളിക്കുന്നത്. അതെന്റെ ഇഷ്ടമാ. ചിലപ്പോ തള്ളയെ നോക്കും, ചിലപ്പോ മോളെ നോക്കും. ഒരു ഇഷ്ടത്തിന് ഒരെണ്ണം കിട്ടുമ്പോ മനസ്സിലാവും. അപ്പോഴേ പഠിക്കും. എന്താ മോഹൻ ഇവിടെ വന്ന് കിടക്കുന്നേ? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. അയ്യോ, ഇവിടെ ഭയങ്കര തണുപ്പല്ലേ, അകത്ത് കിടക്കാം. ഞാൻ സഹിച്ചോളാം. അയ്യോ മോഹൻ പ്ലീസ്. കൈയെടുക്ക്. കൈയെടുക്കാനാ പറഞ്ഞത്. നിന്റെ തുള്ളല് കഴിഞ്ഞോ? മോഹനല്ലേ അതും ഇതൊക്കെ പറഞ്ഞു വെറുതെ തുള്ളൽ ഓടിപ്പിച്ചത്? ഞാൻ ചിലപ്പോ ചില തമാശയൊക്കെ പറഞ്ഞിരിക്കും. അത് ആ സെൻസിൽ എടുക്കാൻ പഠിക്കണം. എല്ലാം തമാശയായിട്ട് തന്നെ ഇരുന്നാ കൊള്ളാം. മോഹൻ പറഞ്ഞതൊക്കെ നേരാണ്. ഞാൻ ഭയങ്കര പൊസസീവാണ്. ചിലപ്പോ എന്നോട് മോഹന് വെറുപ്പ് തോന്നുന്നുണ്ടാവുമല്ലേ? എന്നെപ്പോലെ ഒരു പെണ്ണും ഈ ലോകത്തുണ്ടാവില്ല. സ്വപ്നത്തിൽ പോലും മറ്റൊരു പെണ്ണ് മോഹനെ പങ്കുവയ്ക്കുന്ന എനിക്ക് സഹിക്കാനാവില്ല. എനിക്കാരുമില്ല മോഹൻ, എന്നെ ചതിക്കരുത്. എന്താ, പുറപ്പെടണ്ടേ? എന്തു പറ്റി? 2 ദിവസം ഇവിടെ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഓർക്കുമ്പോ ഒരു മൂടും തോന്നില്ല. ഓഫീസ് കാര്യത്തിന് പോവാതിരിക്കാൻ പറ്റുമോ? 2 ദിവസമല്ലേ, കണ്ണടച്ചോർക്കുമ്പോ ഇങ്ങെത്തും. നിനക്കത് പറയാം. ആ പിന്നെ നല്ല ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കണം. ഇന്നലെയും പത്രത്തിൽ വായിച്ചതാ. ഈ ഹോട്ടലിലൊക്കെ നടക്കുന്ന മോഹൻ തന്നെയല്ലേ അത് വായിച്ചത്? നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഹോട്ടലുകളിലൊക്കെ പല വൃത്തികേട് നടക്കും. അതിലൊന്നും ഇടപെടരുത്. മറ്റു വല്ല പെണ്ണുങ്ങളുമായി മനസ്സുകൊണ്ട് പോലും മോഹനത് ചിന്തിക്കുന്ന എനിക്കിഷ്ടല്ല.
സമയമായി പുറപ്പെട്ടുള്ളൂ. വരൂ. വന്നു വന്ന് മോഹൻ എന്നോട് സ്നേഹം കുറഞ്ഞു വരിക. അതെന്താ അങ്ങനെ തോന്നാൻ? ആ അതങ്ങനെയാ. അന്ന് കോഴിക്കോട്ട് പോകുമ്പോ ഇങ്ങനെയായിരുന്നില്ലല്ലോ. ഓ അത് ശരി. അതെങ്ങനെയാ ആ സമയത്തിൽ നീ ഓരോ കൊണഷ്ടമായിട്ട് വരുന്നത്? ഒരു കാര്യം ചെയ്യാം, മുതലും പലിശയും ചേർത്ത് തന്നേക്കാം. സാർ ചായ അവിടെ വെച്ചേക്ക്. ഓ എങ്ങനെയാണ് ഇവിടുത്തെ ആഹാരങ്ങളൊക്കെ? വിശ്വസിച്ച് കഴിക്കാമോ? ധൈര്യമായിട്ട് കഴിക്കും സാർ. പിന്നെ ഈ ഫിഷ് ആയിട്ടുണ്ടല്ലോ, അതല്പം സൂക്ഷിക്കണം. ചിലപ്പോ 3-4 ദിവസത്തെ പഴക്കം കാണും, എന്നാലും ടേസ്റ്റ് ഗംഭീരായിരിക്കും. കാരണം ഡെയിലി ചൂടാക്കിയിട്ടാ തരുന്നതേ. പിന്നെ മട്ടൺ, ഈ ടൗണിൽ ഇവിടുത്തെ അത്ര ടേസ്റ്റ് ഉള്ള മട്ടൺ എവിടെയും കിട്ടൂല. കാരണം അത്രയ്ക്ക് എളുപ്പം മൂരിക്കൂട്ടം അറുത്തിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. എല്ലാ കാര്യത്തിലും ഫ്രഷ് ആയിരിക്കുന്ന നിർബന്ധമുള്ള ആളാണ് മുതലാളി. അതുകൊണ്ട് ഇന്ന് വരണം, നാളെ വരണം, നാളെ വന്നോ മറ്റന്നാൾ വരണം, മറ്റന്നാൾ വരണം തീരെ കാണൂല. അതുകൊണ്ടല്ല ഇതാണ്. പിന്നെ നമ്മൾ അല്ലറച്ചില്ലറ വരുമാനം കിട്ടിയിട്ടാണ് നാള് കഴിഞ്ഞുകൂടി പോണേ. സാറിന് ഇതിന് വല്ല ടേസ്റ്റും ഉണ്ടോ? ടേസ്റ്റോ? ഏതില്? അതെ സാർ, ഫസ്റ്റ് ഫ്ലോറിൽ 63-65, ഈ ഫ്ലോറിൽ 110, അങ്ങനെ പല ഫ്ലോറിൽ പല നമ്പറുകളും ഉണ്ട്. ഗംഗ, യമുന, കാവേരി. പിന്നെ ഇതെല്ലാം നദികളുടെ പേരാണോ അതോ ലോട്ടറി ടിക്കറ്റോ? അല്ല സാർ, എല്ലാം പുതിയ കേസുകളാ. 3 ദിവസം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. 17, 18, 19 ലെവലിലാണ് എല്ലാം. ഓ അപ്പൊ അതാണ് തന്റെ ഇവിടുത്തെ പ്രധാന കച്ചവടം അല്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല സാർ. കണ്ട ചീപ്പ് പാർട്ടീസിനൊന്നും നാണു. ആയ് സാറിനെ പോലെ ഡീസന്റ് പാർട്ടീസിന് വേണേ നാണു വല്ല ഹെൽപ്പ് ചെയ്യണോ? അയ്യോ ഓട പന്നി. ഫസ്റ്റ് ഫ്ലോറിൽ 63-65, ഈ ഫ്ലോറിൽ 110, അങ്ങനെ പല ഫ്ലോറിലും പല നമ്പറുകളും ഉണ്ട്. സാറേ, ഫസ്റ്റ് ഫ്ലോറിൽ 63-65, ഈ ഫ്ലോറിൽ 110, 112, തേർഡ് ഫ്ലോറിൽ 123, 125. സാറിന് ഇഷ്ടമുള്ള മുറി പോകാം. പക്ഷെ ഒരു കാര്യം, അത് നിങ്ങളോട് നാണു പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറയണം. അല്ലെങ്കിൽ ശവങ്ങൾ 10 പൈസ തരില്ലാന്ന്. 112 ജൂനിയർ ശ്രീദേവി രാവിലെ മുതലേ ഫ്രീയാ. അയ്യോ ഭഗവാന്. ഹലോ, അതെ മോഹനാണ്. ആരാ? യമുനയാ? എന്താ ഈ നേരത്ത്? വെറുതെ വിളിച്ചതാ. എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. എന്താ വിളിച്ചൂടെ? ജോലിയൊക്കെ കഴിഞ്ഞോ? ഹലോ ഉറക്കപ്പറ. എന്താ പറഞ്ഞേ? STD ആണെന്നോ? പിശുക്കൻ. സാരമില്ല, ഇപ്പൊ മണി 10 കഴിഞ്ഞു. ക്വാർട്ടർ ചാർജേ ഉള്ളൂ. ഹലോ, നാളെ തന്നെ പുറപ്പെടണം. ഇവിടെ വന്നിട്ട് ആഹാരം കഴിച്ചാ മതി. അകത്തേക്ക് വെക്കുള്ളൂ. പിന്നെ ഹലോ, കുറച്ചുകൂടെ ഉറക്കപ്പറ. ഹലോ ഹലോ, എന്താ ആലോചിക്കണേ? ഒന്നുമില്ല, ഞാൻ വേറെന്താ ആലോചിച്ചു പോയതാ. താനല്ലേ ഇവിടുത്തെ മാനേജർ? അതെ സാർ. ആ ഫോണിങ് എടുക്ക്. എടോ അവിടെ നിക്കടോ. താനേതാ? ഞാനിവിടെ. താനും ഇതിൽ പെട്ടതാണോ? അല്ല സാർ, ഞാൻ അത്തരത്തിലുള്ള ആളൊന്നുമല്ല. ഞാനൊരു ഐ എം എ ജെന്റിൽമാൻ. ഞാനൊരു കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജരാ. ടൂറിന് വന്നപ്പോ ഇവിടെ. അസിസ്റ്റന്റ് മാനേജർ ടൂറിന് വന്നാണെന്ന്? തനിക്ക് താമസിക്കാൻ വേറെ ഹോട്ടലിൽ നിന്ന് കിട്ടിയില്ലടോ. പോ. ആ ഫോൺ എടുക്കട്ടെ. നല്ലൊരു ദിവസമായിട്ട് 10 പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോഴേ അപ്പന്മാരുടെ ഒരു റെയ്ഡ്. മനുഷ്യന് ജീവിക്കാൻ വയ്യാതായി. സാറോ, ഏതായാലും ആ കോള് വന്ന് സാറ് രക്ഷപ്പെട്ടു. വിളിച്ചതാരായിരുന്നാലും ശരി, ദൈവം അവരനുഗ്രഹിക്കട്ടെ. ആ ഫോൺ വന്നില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. നാളെ പത്രത്തെ തലക്കെട്ടിൽ പേരും പടവും. അതും കൂടാതെ സുഖമായിട്ട് ലോക്കപ്പ് കയറുന്ന ഉണ്ടിയും കഴിച്ചുകൂടായിരുന്നു. സാറല്ലാണ്ട് ഈ മാതിരി പണിക്കൊക്കെ പോവോ? ഇതൊക്കെ മാന്യന്മാർക്ക് പറ്റിയ പണിയാണ്. മറ്റേ വർത്താനം പറഞ്ഞോണ്ടല്ലോ. യമുന ഇപ്പൊ ഫോൺ ചെയ്തില്ലായിരുന്നെങ്കിൽ. അതുകൊണ്ടല്ലേ സാറ് രക്ഷപ്പെട്ടത്. അയ്യോ, കഴുത്ത് മുറുകി. അയ്യോ.